ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എ ടു ബി ആണ്. അതായത് ഓരോ എ എലിമെൻറ്റിനും ഒരൊറ്റ ബി ഫംഗ്ഷനാണ് ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എലിമെൻറ്റിൽ 2 ഇമേജ് ഉണ്ട്. ഒരാൾ വന്ന് മിററിൻ്റെ മുമ്പിൽ ഇരുന്ന 2 ഇമേജ് എപ്പോഴെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇതെന്ന് വെച്ചൊരു ഫംഗ്ഷൻ അല്ല. എപ്പോഴും ഫംഗ്ഷന് എപ്പോഴും ഓൺലി 1 ഇമേജ്. പക്ഷെ പ്രീ ഇമേജസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രീ ഇമേജ് എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് മെയിലേക്ക് വരുന്ന സാധനത്തിനാണ് നമ്മൾ പ്രീ ഇമേജ് എന്ന് പറയുന്നത്. പ്രീ ഇമേജ് വളരെ ഡിസ്ലോയലാണ്. പ്രീ ഇമേജിന് ഒന്നെങ്കിൽ 1, 2, 3 പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ബീന് തന്നെ 3 പ്രീ ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ ഒരൊറ്റ പ്രീ ഇമേജ് ആണെങ്കിലും ഇതുണ്ടാവും. ഇതൊരിക്കലും നടക്കില്ല. ദിസ് ഇസ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഇതിലുണ്ടോ 2 എണ്ണം ഉണ്ട്. ഇത് ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. ഒന്നോടെ ഞാൻ വരയ്ക്കാം. ഇതിന് 3 പ്രീ ഇമേജ് ഉണ്ട്. ഇതിനൊറ്റ പ്രീ ഇമേജേ ഉള്ളൂ. ഇതിന് പ്രീ ഇമേജേ ഇല്ല. ഓക്കെ, അപ്പോൾ പ്രീ ഇമേജ് വളരെ ഇറഗുലറാണ്. കാരണം കണ്ടോ, ഇതിനൊന്നെങ്കിൽ 3 എത്ര വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ 1 ഉണ്ടാവും, അല്ലെങ്കിൽ 0 ഉണ്ടാവാം. നോബഡി കെയർസ്. ഓക്കെ, ഇതാണ് ബേസിക്കലി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതൊക്കെ ഒബ്ജക്ട്സ് ആണ്. ഈ ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ ഒരു മെഷീനിലേക്ക് ഇട്ടു. ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരൊറ്റ പ്രൊഡക്റ്റ് തരുവാണ്. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഒരു മെഷീൻ ഉണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഹൗ പ്രീ ഇമേജസ് വർക്ക്. ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇനി 1-1 ഫംഗ്ഷൻ വളരെ ലോയലാണ്. 1-1 ഫംഗ്ഷനിൽ ഒരൊറ്റ ഇമേജ്, ഒരൊറ്റ പ്രീ ഇമേജ്, ഒരൊറ്റ ഇമേജ്, ഒരൊറ്റ പ്രീ ഇമേജ്. അതാണ് 1-1 ഫംഗ്ഷൻ. ഇനി മെനി 1 ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 1-1 ഫംഗ്ഷൻ അല്ലാത്തതെല്ലാം മെനി 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ, പക്ഷെ ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ല. ഇങ്ങനെ നടന്നാൽ ഇതൊരു ഫംഗ്ഷനേ അല്ല. ഇങ്ങനെ നടക്കും. ഓക്കെ, മെനി പ്രീ ഇമേജസ്. ഇതൊരു മെനി 1 ഫംഗ്ഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 2 സ്ക്വയർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് -2 സ്ക്വയർ ആവാം, അല്ലെങ്കിൽ ഇത് +2 സ്ക്വയർ ആവാം. 2 എണ്ണത്തിൻ്റെ ആൻസർ എന്താ? 4 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, -2 +2. 2 എണ്ണത്തിൻ്റെ ഇമേജ് 4 ആണ്. ഇപ്പോൾ നമ്മൾ മെഷീനിലേക്ക് -2നെയും +2നെയും ഇട്ട് കഴിഞ്ഞപ്പോൾ 2 നമുക്ക് 4 തന്നെയാണ് തന്നത്. അതാണ് ഇത് മെനി 1. 1-1 ഇനി പ്രൂവ് ചെയ്യാനുള്ള 1-1 പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1-1 ആണ് പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? 1-1 f of a is equals to f of b എന്നാണെങ്കിൽ a is equals to b എപ്പോഴും ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഉണ്ട് xy എന്ന് പറഞ്ഞ്, വേറൊരു ഫംഗ്ഷൻ ഉണ്ട് xz എന്ന് പറഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിന് വൈയും ഉണ്ട്, എക്സിന് സെഡും ഉണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ പോലും ആവത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 1-1 ഫംഗ്ഷൻ ആവുന്നത്? അതിൻ്റെ അർത്ഥം ഇവിടെ ഇനി ഒരു ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യണം? വൈയും സെഡും ഈക്വലാന്ന് നമ്മൾ പറയണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ അല്ലെങ്കിൽ സെഡ്. ഇത് ഡിവൈഡ് അല്ല കേട്ടോ, ഓറാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അതാണ്. അപ്പോൾ ഈ റൂള് മനസ്സിലായിട്ടില്ലേ? f of a is equals f of b. നമ്മൾ പ്രൂവ് ചെയ്യണം a is equals to b എന്ന്. ഇനി നമ്പർ ഓഫ് 1-1 ഫംഗ്ഷൻ. നമ്പർ ഓഫ് 1-1 ഫംഗ്ഷനിൽ നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്. എ സെറ്റിൽ a b c ഉണ്ട്, ബി സെറ്റിൽ 1 2 3 ഉണ്ട്. ഇവിടെ നോക്കിക്കോ, എയിനെ നമുക്ക് ഇത് എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇതൊരു ഫംഗ്ഷനാണ്, ഇത് വേറൊരു ഫംഗ്ഷനാണ്. എയിനെ 1ലേക്ക്, ബീനെ 2ലേക്ക്, സിയിലേക്ക് 3ലേക്ക്. വേറൊരു ഫംഗ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ എയിനെ 2ലേക്ക് റിലേറ്റ് ചെയ്യാം, ബീനെ 3ലേക്ക്. കണ്ടോ, 1 2 3 3 2 1 3 1 2. അങ്ങനെ നമ്മൾ എന്താ ബേസിക്കലി നമ്മൾ ഇതിനെ തൊടുന്ന പോലില്ല. നമ്മൾ ഈ ഒരു നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മാഷപ്പ് ചെയ്യാൻ ഒരു ഈസി വേ എന്താണെന്ന് വെച്ചാൽ 1 2 3. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3 ടേംസാണ് നമ്മളിതിന് ഇവിടെ മാച്ച് ചെയ്യുന്ന 1 2 3 ടേംസിനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം. അപ്പോൾ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 3 മാത്രമേ അവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. 1 2 എഴുതി കഴിഞ്ഞാൽ 3 അവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ 1 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 3 ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? യെസ്, പെർമ്യൂട്ടേഷൻ ആണ്. 3 ഫാക്ടോറിയൽ. ഇത് ബേസിക്കലി 3 to 1 എന്ന് വെച്ചാൽ 3 ഫാക്ടോറിയലാണ്. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പൊസിഷൻ മാറ്റേഴ്സ്. അതായത് കോമ്പിനേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം എ ബി എന്ന് പറയുന്നത് ബി എ അല്ല, പെർമ്യൂട്ടേഷനിൽ ഇതല്ല. പക്ഷേ കോമ്പിനേഷനിൽ എ ബി ഇസ് ഈക്വൽസ് ടു ബി എ. ഇപ്പം ഇങ്ങനെ വന്നാൽ പെർമ്യൂട്ടേഷനിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതാണ് പെർമ്യൂട്ടേഷൻ്റെ ഇത്. ഓക്കെ, നമ്മളിപ്പോൾ വേറൊരു സാധനം എടുക്കാൻ പോവാണ്, വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാണ്. എ ഉണ്ട്, എ ബി സി ഉണ്ട്, ബി എന്ന് വെച്ചാൽ 1 2 3 4 5 6 5 ഉണ്ട് വരെ ഉണ്ട്. അപ്പോൾ എയിൽ നമുക്കൊന്നെങ്കിൽ 1 5 4 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ബിയിൽ നമുക്ക് 1 3 2 ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ളവരെ ഇതിനെ അറേഞ്ച് ചെയ്യാം. പക്ഷേ അപ്പോൾ പെർമ്യൂട്ടേഷൻ്റെ വേയിൽ നമുക്കിത് എഴുതാം കേട്ടോ. പെർമ്യൂട്ടേഷനിൽ എത്ര വേയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ
3 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും? 1 2 3 4 5 സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. 5p3 എന്നാണ് എഴുതാൻ പോകുന്നത്. ഇനി നമ്മളിതിങ്ങനെ ബിഗാക്കി എഴുതുന്നത് 5 ഫാക്ടോറിയൽ 5 മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബേസിക്കലി 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ പെർമിറ്റേഷൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ നോക്കുക. A ഈസ് ഈക്വൽസ് ടു ABCD, B ഈസ് ഈക്വൽസ് ടു 1 2 3 4 5. ഇവിടെ 1 2 3 4 1 2 3 4 5 വേസ് ഉണ്ട്. 5 വേസ് ഉണ്ട്. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് 4 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 4 1 ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയൽ തന്നെയാണ്. 5 മൈനസ് 4 എത്രയാണ്? 1 ഫാക്ടോറിയൽ. ഇനിയിപ്പോൾ ഇവിടെ 5 ഉണ്ടായിരുന്നില്ലായിരുന്നു. എത്ര ആയിരുന്നു ഇത്? 4 ഫാക്ടോറിയലാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായില്ലേ? 4 4. ഓക്കെ.